നമസ്കാരം. ഓം നമഃശിവായ എന്ന ശിവ പഞ്ചാക്ഷരി മന്ത്രത്തെക്കുറിച്ചും ഈ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ വന്നു ചേരുന്ന അത്ഭുതകരമായ ശക്തിയെക്കുറിച്ചും ഈ മന്ത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യത്തെക്കുറിച്ചും മനസ്സിലാക്കാം. ഏവരിലും രുദ്രദേവന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. ശിവനിൽ നിന്നും എല്ലാം ഉത്ഭവിക്കുന്നു എന്ന് ശിവപുരാണത്തിൽ പറയുന്നു. കൂടാതെ പരബ്രഹ്മവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സ്വരൂപം മഹാദേവന്റേതാണ്. ഭഗവാനിൽ നിന്നും ഉത്ഭവിച്ചതായ ഈ മഹാമന്ത്രം എത്രത്തോളം ശക്തി അടങ്ങിയിരിക്കുന്നു, എത്ര ശക്തിശാലിയായ മന്ത്രമാകുന്നു എന്ന് ഒരു യഥാർത്ഥ ശിവഭക്തന് ഭക്തയ്ക്ക് മനസ്സിലാക്കൂ. ഈ പ്രപഞ്ചത്തിന്റെ നന്മയ്ക്കായി ഭഗവാൻ ഈ മന്ത്രം സൃഷ്ടിച്ചു എന്നാണ് വിശ്വാസം. ഇതിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: ഈ പ്രപഞ്ചത്തിന്റെ എല്ലായിടത്തും നിലകൊള്ളുന്ന ശിവന് എൻ്റെ നമസ്കാരം, അല്ലെങ്കിൽ ഞാൻ നമിക്കുന്നു എന്നാണ്. ശിവപുരാണ പ്രകാരം ആര് ഈ മന്ത്രത്തെ ശുദ്ധമായ ഹൃദയത്തോടെ ഉരുവിടുന്നുവോ അവർക്ക് ബ്രഹ്മം ലഭിക്കുന്നു എന്നാണ് പറയുക. അത്രമേൽ വിശേഷപ്പെട്ടതായ ഒരു മന്ത്രം തന്നെയാണ്. സൃഷ്ടിയുടെ എല്ലാ ശക്തികളും ഈ മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ഐതിഹ്യപ്രകാരം നോക്കുമ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ മഹാദേവൻ ഭൂമിയിൽ ഒരു അഗ്നിസ്തംഭമായി അവതരിച്ചു എന്നും ഈ അഗ്നിസ്തംഭത്തിന് 6 മുഖങ്ങൾ ഉണ്ടായിരുന്നതുമാണ്. ഈ 6 മുഖങ്ങൾ പഞ്ചമുഖങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. ഭൂമി, വായു, ജലം, അഗ്നി, ആകാശം എന്ന പ്രപഞ്ച ഭൂതങ്ങളെ സൃഷ്ടിച്ചു. ഈ 5 മുഖങ്ങൾ പഞ്ചമുഖങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഭൂമി, വായു, ജലം, അഗ്നി, ആകാശം എന്ന പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു. ഈ അഗ്നിസ്തംഭം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം ഉത്ഭവിച്ച ശബ്ദം ഓം എന്നായിരുന്നു. പിന്നീട് 5 ശബ്ദങ്ങൾ കൂടി ഉത്ഭവിച്ചു. അതായിരുന്നു നമ ശിവായ എന്ന വാക്കുകൾ. ഈ അഗ്നിസ്തംഭത്തിന്റെ 5 മുഖങ്ങളിൽ നിന്നും ഉത്ഭവിച്ചതായ ശബ്ദങ്ങൾ ആണിവ. ഇതിനാൽ സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ മന്ത്രം ഓം നമഃശിവായ ആണ് എന്ന് കണക്കാക്കപ്പെടുന്നു. ഈ മന്ത്രം ജപിച്ചാൽ അതിനാൽ മുഹൂർത്തം നോക്കേണ്ടതില്ല. ഈ മന്ത്രം നിങ്ങൾ ജപിക്കുവാൻ പ്രത്യേകമായ മുഹൂർത്തം നോക്കേണ്ടതായിട്ടില്ല. ഏതവസ്ഥയിലും ഏതവസരത്തിലും എവിടെ വച്ചും ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. നമഃശിവായയിലെ ന ഭൂമിയെ പ്രതിനിധീകരിക്കുന്നതാണ്. മ ജലത്തെ പ്രതിനിധീകരിക്കുന്നു. ശി അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു. വ വായുവിനെ പ്രതിനിധീകരിക്കുന്നതാകുന്നു. യ ആകാശത്തെയും പ്രതിനിധീകരിക്കുന്നു. ഈ മന്ത്രം നിങ്ങൾ നിത്യവും ജപിക്കുന്നതിലൂടെ കടന്നു വരുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ആധ്യാത്മികമായ ഉയരങ്ങളിലേക്ക്. ഒരു മനുഷ്യ ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഈ മന്ത്രം നിയന്ത്രിക്കുന്നതാണ്. അവയെ ബാലൻസ് അഥവാ സന്തുലിതാവസ്ഥയിൽ വയ്ക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ ആധ്യാത്മിക ഉന്നതിയിൽ തടസ്സമായി നിൽക്കുന്നത് ആ വ്യക്തിയുടെ വികാരങ്ങൾ തന്നെയാകുന്നു. ഇവ എന്ന് നിയന്ത്രിക്കാൻ സാധിക്കുന്നുവോ അന്ന് മാത്രമേ നാം ജപിക്കുന്ന മന്ത്രങ്ങൾ അല്ലെങ്കിൽ പാരായണം ചെയ്യുന്ന നാമങ്ങൾ നമ്മിൽ വസിക്കുന്നതായ ആത്മാവിലേക്ക് എത്തുകയുള്ളൂ. അല്ലാത്ത പക്ഷം ബാഹ്യമായ സ്ഥലങ്ങളിൽ തങ്ങി നിൽക്കുന്നതാണ്. നിത്യവും ഓം നമഃശിവായ ജപിക്കുന്നതിലൂടെ മനസ്സിലെ മാലിന്യങ്ങൾ നിങ്ങൾ അറിയാതെയാണ് എങ്കിലും അടിഞ്ഞു കൂടിയിരിക്കുന്നതായ ആ മാലിന്യങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കും. മനസ്സ് നിഷ്കളങ്കമാക്കുവാനും ആത്മാവിന്റെ ശക്തി വർദ്ധിപ്പിക്കുവാനും സാധിക്കും. ഇപ്രകാരം ആത്മാവ് ശക്തി പ്രാപിക്കുമ്പോൾ വളരെ ചെറു ദൈവിക സൂചനകളെ പോലും ആത്മാവിന് ലഭിക്കുകയും ദൈവികമായ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും തിരിച്ചറിവുകൾ സാധ്യമാവുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ശിവ ഊർജവുമായി നേരിട്ട് ബന്ധം ആത്മാവിന് വന്നു ചേരുന്നതുമാണ്. നിത്യവും ഓം ശബ്ദത്തോടൊപ്പം 5 തത്വങ്ങൾ അടങ്ങിയ
ഈ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മനസ്സിലേക്കും ആത്മാവിലേക്കും വളരെ വേഗം ഈ മന്ത്രം എത്തിച്ചേരുകയും ഭഗവാനുമായി നേരിട്ടൊരു ബന്ധം വന്ന് ചേരുന്നതുമാണ്. ഏറ്റവും വലിയ അത്ഭുത ഫലം എന്തെന്നാൽ മനുഷ്യ ശരീരത്തിലെ 5 തത്വങ്ങളെ ബാലൻസ് ചെയ്യാൻ ഈ മന്ത്രത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു സാധകന് സാധികയ്ക്ക് ഇതിന്റെ ആവശ്യകത അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ മാത്രമേ നാം പ്രാർത്ഥിക്കുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതിന്റെയും പൂർണ്ണഫലം നമ്മളിലേക്ക് വന്നു ചേരൂ. ശരീരത്തിൽ 5 തത്വങ്ങൾ ബാലൻസ് അല്ലാതെ ഇരുന്നാൽ മാനസിക രോഗങ്ങൾ, അതായത് മാനസികപരമായ കാര്യങ്ങൾ, ശാരീരികപരമായ രോഗങ്ങൾ വിട്ടുമാറാതെ ഇരിക്കുന്നതാണ്. ഈ മന്ത്രം ശരീരത്തിലെ നെഗറ്റീവായ ആ കാര്യങ്ങൾ എല്ലാം ഇല്ലാതാക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ബോധമനസ്സിനെ ശാന്തി വരുത്തി അവബോധ മനസ്സിനെ ഉണർത്തുവാൻ സാധിക്കുന്ന മഹാമന്ത്രം കൂടിയാണ് ഇത്. ഇങ്ങനെ ഒരു വ്യക്തിക്ക് ആരോഗ്യം ലഭിക്കുകയും സുഖങ്ങളോടൊപ്പം, അതായത് സുഖങ്ങളോടെ ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ് ഓം നമഃ ശിവായ എന്ന മന്ത്രം. പാപങ്ങൾ ഇല്ലാതെയാക്കുന്നു. ഒരു വ്യക്തി രാജാവോ പാമരനോ ആയിക്കൊള്ളട്ടെ, അവർക്ക് അവരുടെ കർമ്മഭാരം, അതും ജന്മജന്മാന്തരമായിട്ടുള്ള കർമ്മഭാരം ഉണ്ടായിരിക്കുന്നതാണ്. ഈ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ കാമക്രോധ ലോഭമോഹം ഇല്ലാതാവുകയും ദുഃഖവും ഭയവും ലജ്ജയും പോലുള്ള വികാരങ്ങൾ ഇല്ലാതായി മാറുകയും ഇത്തരം അവസ്ഥയിൽ എത്തുന്നതിലൂടെ ആ വ്യക്തിയുടെ പാപങ്ങൾ, അത് മുൻജന്മ പാപങ്ങളാണ് എങ്കിൽ പോലും ഒഴിവായി പോകുന്നതാണ്. പുണ്യകർമ്മം, സൽക്കർമ്മങ്ങൾ അവരിൽ വർദ്ധിക്കുന്നു. ഈ ഫലത്തെക്കുറിച്ച് ശിവപുരാണത്തിൽ പാർവതി ദേവി സാക്ഷാൽ പരമശിവനോട് കലിയുഗത്തിൽ പാപങ്ങൾ ഇല്ലാതാക്കുവാൻ ഏതെല്ലാം മന്ത്രങ്ങൾ ജപിക്കണം എന്ന് ചോദിച്ചപ്പോൾ ശിവഭഗവാൻ പാർവതി ദേവിയോട് ശിവ പഞ്ചാക്ഷര മന്ത്രമായ ഓം നമഃ ശിവായയുടെ മഹത്വത്തെക്കുറിച്ച്, അതായത് പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വിവരിച്ച് നൽകുന്നുണ്ട്. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും എന്ന് തന്നെയാണ് പരാമർശം. മോക്ഷം അഥവാ മുക്തി. ഓം നമഃ ശിവായ നിത്യവും ജപിക്കുന്നതിലൂടെ ആഗ്രഹങ്ങൾ ഇല്ലാതാകുന്നു. പ്രധാനമായും ലൗകിക സുഖങ്ങളുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ ഇല്ലാതെയാകുന്നു. ഈ മന്ത്രം ഭഗവാന്റെ പൂർണ്ണ ഊർജവുമായി ബന്ധപ്പെട്ടതാകുന്നു. മഹാദേവൻ തന്റെ ഭക്തർക്ക് മോക്ഷം നൽകുന്നു എന്നത് നാം ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാകുന്നു. ഈ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ ഒരു വ്യക്തിയിൽ ആധ്യാത്മികമായ ജ്ഞാനം വന്നു ചേരുന്നു. അവരുടെ ജീവിതത്തിൽ നിന്നും മായ ഇല്ലാതാവുകയും ചെയ്യുന്നു. അനാവശ്യ കാര്യങ്ങൾക്കായി സമയം കളയില്ല എന്നുള്ളതാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ ജീവിതത്തിൽ നിന്നും മായ ഇല്ലാതെയാകുന്നു. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ വൈബ്രേഷൻസ് വലിയ തോതിൽ വന്ന് ചേരുന്നതാണ്. ഇതിനാൽ കുണ്ടലിനി ശക്തി ഉണരുന്നതാകുന്നു. കുണ്ടലിനി ശക്തി ഉണരുകയും ഇതിനാൽ ശിവഭഗവാനുമായി നേരിട്ട് ബന്ധം പ്രാപിക്കുകയും നിങ്ങൾക്ക് സാധിക്കുന്നതായ ഒരു കാര്യമായി മാറും. ഇരുന്നും നിന്നും ഈ മന്ത്രം നിങ്ങൾക്ക് ഉരുവിടാവുന്നതാണ്. ശിവലിംഗത്തിന്റെ മുന്നിൽ നിന്നും ഈ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമവുമാകുന്നു. 108 തവണ നിത്യവും സാധിക്കുന്നവർ രുദ്രാക്ഷമാല ഉപയോഗിച്ച് ഈ മന്ത്രം ജപിക്കുക. നിർബന്ധമില്ല, അതായത് രുദ്രാക്ഷമാല ഉപയോഗിച്ച് തന്നെ മന്ത്രം ജപിക്കണം എന്ന് നിർബന്ധമില്ല. 5 കോടി തവണ ഇങ്ങനെ ജപിച്ചാൽ ആ വ്യക്തി ശിവഭഗവാനെ പോലെയാകുന്നു എന്നാണ് പറയുക. അവർ ശരീരം വെടിഞ്ഞ് മോക്ഷം നേടുന്നു എന്ന് ശിവപുരാണത്തിൽ പരാമർശിക്കുന്നതാകുന്നു. ഗ്രഹദോഷങ്ങൾ ഇല്ലാതാകുന്നു. രാഹു, കേതു, ശനി എന്നിവയുടെ ദോഷഫലങ്ങൾ ജാതകത്തിൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഫലങ്ങൾ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. പ്രധാനമായും രാഹു, കേതു, ശനി ഗ്രഹങ്ങളുടെ ദോഷം ഇല്ലാതെയാകുന്നു. കാലസർപ്പയോഗം ഉണ്ട് എങ്കിൽ
ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ അതിലും ശമനം നിങ്ങൾക്ക് വന്നു ചേരും. 21 ദിവസം ശിവലിംഗ അഭിഷേകത്തോടൊപ്പം മന്ത്രജപം നടത്തുകയാണ് എങ്കിൽ ഈ ദോഷകരമായ ഫലങ്ങൾ ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഈ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ വന്നു ചേരുന്നതായ ഫലങ്ങൾ വർണ്ണിക്കുന്നത് അസംഭവ്യമാണ്. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ പരമജ്ഞാനം തന്നെ ലഭിക്കുന്നതാകുന്നു. ബ്രഹ്മത്തിലെ അഥവാ പ്രപഞ്ചത്തിലെ സൂക്ഷ്മ രഹസ്യങ്ങൾ വരെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ ഊർജം സെൻസിറ്റീവായി മാറും. ഭൗതിക വിജയങ്ങൾ അവർക്ക് ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതുമാണ്. ഈ മന്ത്രം അതിന് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നതാകുന്നു. ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും നിങ്ങളിലേക്ക് കടന്നു വരും. ഈ കലിയുഗത്തിലെ മനുഷ്യന്റെ വരദാനമാണ് ഈ മന്ത്രം. അത് ഏവരും തിരിച്ചറിഞ്ഞ് നിത്യവും ജപിക്കുവാനായി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കും എന്ന് തന്നെ പരാമർശിക്കാം. അത്രമേൽ അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക. അതിനാൽ തീർച്ചയായും ഈ മന്ത്രം നിങ്ങൾ ജപിക്കാതിരിക്കരുത്. നിത്യവും 108 ഈ മന്ത്രം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒരേ സമയത്ത് തന്നെ ജപിക്കുകയാണ് എങ്കിൽ ഫലങ്ങൾ ഇരട്ടിക്കുന്നതുമാണ്.